നമസ്കാരം. വ്യക്തിപരമായ കാരണങ്ങളാൽ താൻ ജോലി ചെയ്തിരുന്ന തൊഴിലിടത്തിൽ നിന്നും അവൾക്ക് യാത്രയാകേണ്ടി വന്നു. പിന്നീടൊരു 4-5 വർഷത്തിന് ശേഷം വീണ്ടും ആ പ്രദേശത്ത് തന്നെ താമസിക്കാനായിട്ട് വന്നപ്പോൾ ആദ്യം ജോലി ചെയ്തിരുന്ന അതേ ഇടത്തിൽ തന്നെ വീണ്ടും റീജോയിൻ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊണ്ടെത്തുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തൊഴിലും ഈ തൊഴിൽ പരിസരവും ഇവിടുത്തെ സാഹചര്യങ്ങളുമൊക്കെ ഞാൻ അത്രമേൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ദേശത്ത് തിരിച്ചെത്തിയപ്പോൾ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്നത് ആഗ്രഹമായിട്ട് മാറിയതും തീരുമാനിച്ചതുമൊക്കെ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും തൊഴിലിടത്തിൽ നിന്നുമൊക്കെ മനുഷ്യർ അവരുടേതായ കാരണങ്ങൾ കൊണ്ടോ നമ്മുടേതായ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ഇറങ്ങിപ്പോകാറുണ്ട്. ഈ ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ടത്? പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെ അവരെ സ്വീകരിക്കണമെന്ന്. സുവിശേഷത്തിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ പീറ്ററായിരുന്നു, പത്രോസായിരുന്നു. പീറ്റർ ശിഷ്യന്മാരിലെ നേതാവായിരുന്നു. അതുപോലെ തന്നെ ജീസസിൻ്റെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളിലും ചില സ്വകാര്യ ഇടങ്ങളിലൊക്കെ ജീസസ് ക്രിസ്തു കൂടെ കൂട്ടിയ ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. ഈ പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നുണ്ട്. 3 ഇടങ്ങളിൽ 3 വ്യക്തികളോട് പറയുന്നുണ്ട്, ഞാൻ ഈ മനുഷ്യനെ അറിയില്ല എന്ന രീതിയിൽ തള്ളിപ്പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിന്നും പത്രോസ് ഇറങ്ങിപ്പോവുകയാണ്, പത്രോസിൻ്റെ കാരണങ്ങൾ കൊണ്ട്. ഈ പത്രോസിനെ തിരികെ വരുമ്പോൾ ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. 3 തവണ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്: നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സ്നേഹമെന്ന മൂലധനത്തിന് അത്രമേൽ ശക്തിയുണ്ട്. സ്നേഹമെന്ന ഇന്ധനത്തിന്. സ്നേഹം സകലതും ക്ഷമിക്കുകയും സകലതിനെയും അതിജീവിക്കുകയും ചെയ്യുന്നു. തിരികെ വരുന്ന മനുഷ്യരോടൊക്കെ നമുക്ക് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഇത് മാത്രമാണ്: നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നിൻ്റെ തൊഴിലിടത്തിലെ അല്ലെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള സ്നേഹം മാത്രം മതി ജീവിക്കാനുള്ള മൂലധനം. കാരണം ആ മൂലധനത്തിന്, ആ ഇന്ധനത്തിന് ശക്തി വളരെ കൂടുതലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.